അള്ളാഹുവെ ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും കോടിക്കണക്കിന് രൂപ അത് മുഴുവനും കേട്ട ഉടനെ സദക്ക കൊടുത്ത സഹാബി ഏറ്റവും അവസാന സ്വർഗത്തിൽ പോണേ. ഇവിടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നവന്റെ ഗതി എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കിടന്ന് 50,000-ഓ 5,000-ഓ കൊല്ലം കഴിഞ്ഞിട്ട് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ നിന്റെ കുടിലിൽ നോക്ക്. നിനക്ക് മനസമാധാനമില്ലെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ നോക്കാതെ താഴേക്കുള്ളവന്റെ വീട്ടിലേക്ക് നോക്ക്. അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് ഭാര്യ പറയും എ സി ഇല്ല, 2 നിലയില്ല, മോളെ ആമിന ആ കിടക്കണ കുടില് നോക്ക്. പാവം ബംഗാളികളൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കിടക്കുന്നില്ല. ആ പാവങ്ങൾ കിടക്കണ ഒരു റൂമിനകത്ത് 10 നീ അത് നോക്ക്. അൽഹംദുലില്ലാ, അത് വെച്ച് നോക്കുമ്പോ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാ ചെയ്തത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കൽ അത് ധിക്കാരമാണ്. അള്ളാഹു